നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത് ട്രാൻസ്ഫർ ഓഫ് ലേണിങ്ങിനെ കുറിച്ചിട്ടാണ്. എന്താണ് ട്രാൻസ്ഫർ ഓഫ് ലേണിംഗ് നോക്കാം. ഇറ്റ് ഒക്കേഴ്സ് വെൻ എ പേഴ്സൺ ലേണിംഗ് ഇൻ വൺ സിറ്റുവേഷൻ ഇൻഫ്ലുവൻസസ് ഹിസ് ലേണിംഗ് പെർഫോമൻസ് ഇൻ അനദർ സിറ്റുവേഷൻ. ഇപ്പോൾ ഒരു വ്യക്തിക്ക് ഒരു സിറ്റുവേഷനിൽ പഠിച്ച കാര്യങ്ങൾ മറ്റൊരു സിറ്റുവേഷനിൽ ആൾ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിനെയാണ് എന്തെന്ന് പറയുന്നത്, ട്രാൻസ്ഫർ ഓഫ് ലേണിംഗ് എന്ന് പറയുന്നത്. അതായത് മുന്നേ പഠിച്ച ചില കാര്യങ്ങൾ നമ്മൾ പിന്നീട് വേറെ ഏതെങ്കിലും കാര്യങ്ങൾ പഠിക്കുന്ന സമയത്ത് നമ്മളെ സ്വാധീനിക്കുന്നുണ്ടെങ്കിൽ അതിനെയാണ് നമ്മൾ എന്ത് പറയുക, ട്രാൻസ്ഫർ ഓഫ് ലേണിംഗ് എന്ന് പറയാം. അല്ലെങ്കിൽ നമ്മളുടെ ഒരു സിറ്റുവേഷനിലെ നോളജ് അല്ലെങ്കിൽ ഹാബിറ്റ് സ്കില്ലിനെയൊക്കെ നമുക്ക് വേറൊരു സിറ്റുവേഷനിൽ അപ്ലൈ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ അതിന് നമ്മൾ എന്ത് പറയുന്നു, ട്രാൻസ്ഫർ ഓഫ് ലേണിംഗ് എന്ന് പറയുന്നു. ഇനി പ്രധാനമായിട്ടും 3 തരത്തിലാണ് ട്രാൻസ്ഫർ ഓഫ് ലേണിംഗ് വരുന്നത്. പോസിറ്റീവ് ട്രാൻസ്ഫർ, നെഗറ്റീവ് ട്രാൻസ്ഫർ, സീറോ ട്രാൻസ്ഫർ. അപ്പോൾ എന്തൊക്കെയാണ് അത് നമുക്ക് നോക്കാം. ആദ്യത്തേതാണ് പോസിറ്റീവ് ട്രാൻസ്ഫർ. ഇറ്റ് ടേക്സ് പ്ലേസ് വെൻ ദ ലേണിംഗ് ഓഫ് പെർട്ടിക്കുലർ ടാസ്ക് ഫെസിലിറ്റേറ്റ്സ് ദ ലേണിംഗ് ഓഫ് അനദർ സബ്ജക്റ്റ്. ഇപ്പോൾ നമ്മൾ മുന്നേ പഠിച്ച ഏതെങ്കിലും ഒരു കാര്യങ്ങൾ നമ്മളെ വേറൊരു കാര്യം പഠിക്കുന്ന സമയത്ത് നമ്മളെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മളെ സഹായിക്കുന്നുണ്ടെങ്കിൽ അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, പോസിറ്റീവ് ട്രാൻസ്ഫർ. നമ്മൾ മുന്നേ പഠിച്ച ഏതെങ്കിലും ഒരു കാര്യം പിന്നീട് നമ്മൾ പഠിക്കുന്ന സമയത്ത് നമ്മളെ സ്വാധീനിക്കുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ നമ്മളെ സഹായിക്കുന്നുണ്ടെങ്കിൽ അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, പോസിറ്റീവ് ട്രാൻസ്ഫർ എന്ന് പറയുന്നത്. ഇപ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ, ഇപ്പോൾ നമ്മൾ മാത്സ് പഠിച്ചിട്ടുണ്ടെങ്കിൽ പിന്നീട് നമുക്ക് സ്റ്റാറ്റിസ്റ്റിക്സ് പഠിക്കുന്ന സമയത്ത് അത് വളരെയധികം സ്വാധീനിക്കും അല്ലേ. അല്ലെങ്കിൽ ഇപ്പോൾ ബാഡ്മിൻ്റൺ കളിക്കാൻ അറിയുന്ന ഒരു കുട്ടിക്ക് ടെന്നീസ് കളിക്കുമ്പോൾ വളരെ എളുപ്പമായിരിക്കും. അതുപോലെ തന്നെ ഇപ്പോൾ നമുക്ക് സൈക്കിള് നന്നായി ബാലൻസ് ഉണ്ടെങ്കിൽ നമുക്ക് മോട്ടോർ സൈക്കിൾ പഠിക്കുന്ന സമയത്ത് ഉപകാരപ്പെടും അല്ലേ. അപ്പോൾ ഇത്രയുള്ള പോസിറ്റീവ് ട്രാൻസ്ഫർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മുന്നേ പഠിച്ച കാര്യങ്ങൾ ഇപ്പോൾ പിന്നീട് പഠിക്കുമ്പോൾ നമ്മളെ സ്വാധീനിക്കുന്നുണ്ടെങ്കിൽ അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, പോസിറ്റീവ് ട്രാൻസ്ഫർ എന്ന് പറയുന്നത്. പോസിറ്റീവായിട്ടായിരിക്കും അവിടെ സ്വാധീനിക്കുന്നുണ്ടാവുക. ഇനി രണ്ടാമതായിട്ട് പറയുന്നതാണ് നെഗറ്റീവ് ട്രാൻസ്ഫർ എന്ന് പറയുന്നത്. ഇപ്പോൾ നമ്മൾ മുന്നേ പഠിച്ച എന്തെങ്കിലും ഒരു കാര്യം നമ്മൾ പിന്നീട് പഠിക്കുന്ന സമയത്ത് അതിനെ തടസ്സപ്പെടുത്തുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ അതിനെ പ്രതികൂലമായിട്ടാണ് ബാധിക്കുന്നതെങ്കിൽ അതാണ് നെഗറ്റീവ് ട്രാൻസ്ഫർ എന്ന് പറയുന്നത്. മുന്നേ പഠിച്ച ഒരു കാര്യം പിന്നീട് വേറെ എന്തെങ്കിലും കാര്യങ്ങൾ പഠിക്കുന്ന സമയത്ത് പ്രതികൂലമായിട്ട് ബാധിക്കുന്നുണ്ടെങ്കിൽ അതിന് നമ്മൾ എന്ത് പറയും, നെഗറ്റീവ് ട്രാൻസ്ഫർ എന്ന് പറയും. ഒരു ഉദാഹരണം പറയാം. ഇപ്പോൾ നമ്മൾ മലയാളം പ്രൊനൗൺസിയേഷനും സ്പെല്ലിങ്ങും ഒക്കെ നമ്മൾ പഠിച്ചു. അതിൻ്റെ ശേഷം ഇംഗ്ലീഷ് പഠിക്കുന്ന സമയത്ത് ചിലപ്പോൾ അത് നെഗറ്റീവായിട്ടായിരിക്കും അല്ലെങ്കിൽ അതിനൊരു തടസ്സമായിട്ടായിരിക്കും നമ്മളെ ഇൻഫ്ലുവൻസ് ചെയ്യുക. അപ്പോൾ അങ്ങനെയുള്ളതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, നെഗറ്റീവ് ട്രാൻസ്ഫർ എന്ന് പറയുന്നത്. ഇനി മൂന്നാമത്തെയാണ് സീറോ ട്രാൻസ്ഫർ. ഇപ്പോൾ നമ്മൾ മുന്നേ പഠിച്ച ഒരു കാര്യം പിന്നീട് എന്തെങ്കിലും കാര്യങ്ങൾ പഠിക്കുമ്പോൾ അതിനെ തടസ്സമായിട്ടോ അല്ലെങ്കിൽ അതിനെ ഇൻഫ്ലുവൻസ് ചെയ്യുകയോ ഒന്നും ചെയ്യുന്നില്ല. അതാണെങ്കിൽ അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, സീറോ ട്രാൻസ്ഫർ എന്ന് പറയുന്നത്. ഇപ്പോൾ ഒരു ഉദാഹരണം പറയാം. ഇപ്പോൾ മാത്സ് നന്നായി അറിയാവുന്നൊരു കുട്ടിയാണ്. ആ കുട്ടി പിന്നീട് മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻറ്റ് പഠിക്കാൻ പോകുന്ന സമയത്ത് മാത്സ് പഠിച്ച് എന്ന് വിചാരിച്ച് മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻറ്റ് ആ കുട്ടീനെ മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻറ്റ്സ് പഠിക്കുന്ന സമയത്ത് ഈ മാത്സിൻ്റെ കാര്യങ്ങൾ എന്തെങ്കിലും അതിനെ ഇൻഫ്ലുവൻസ് ചെയ്യുകയില്ലല്ലോ, യാതൊരു ബന്ധവും ഇല്ലല്ലോ. അപ്പോൾ അതാണ് സീറോ ട്രാൻസ്ഫർ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ മുന്നേ പഠിച്ച എന്തെങ്കിലും ഒരു കാര്യം അതിനെ തടസ്സമായിട്ടും നിൽക്കുന്നില്ല, അതിനെ സ്വാധീനിക്കാനും നിൽക്കുന്നില്ല അല്ലേ. അപ്പോൾ അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, സീറോ ട്രാൻസ്ഫർ എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ട്രാൻസ്ഫർ ഓഫ് ലേണിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ട്രാൻസ്ഫർ ഓഫ് ലേണിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മൾ മുന്നേ പഠിച്ച എന്തെങ്കിലും ഒരു കാര്യം പിന്നീട് വേറെ എന്തെങ്കിലും കാര്യങ്ങൾ പഠിക്കുന്ന സമയത്ത് അതിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ടെങ്കിൽ അതാണ് ട്രാൻസ്ഫർ ഓഫ് ലേണിംഗ് എന്ന് പറയുന്നത്. അത് 3 തരത്തിലാണ്, പോസിറ്റീവ്, നെഗറ്റീവ്, സീറോ. പോസിറ്റീവ് എന്ന് പറയുമ്പോൾ നമ്മൾക്ക് മുന്നേ പഠിച്ച ഒരു കാര്യം പിന്നീട് പഠിക്കുമ്പോൾ നമ്മളെ സഹായിക്കുന്നുണ്ടെങ്കിൽ അത് പോസിറ്റീവാണ്. നെഗറ്റീവ് എന്ന് പറയുമ്പോൾ നമ്മൾ മുന്നേ പഠിച്ച കാര്യം പിന്നീട് വേറെ എന്തെങ്കിലും കാര്യങ്ങൾ പഠിക്കുന്ന സമയത്ത് തടസ്സമായി നിൽക്കുന്നുണ്ടെങ്കിൽ അതെന്തായിരിക്കും, നെഗറ്റീവായിരിക്കും. സീറോ ട്രാൻസ്ഫർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുന്നേ പഠിച്ച കാര്യങ്ങൾ പിന്നീട് എന്തെങ്കിലും കാര്യങ്ങൾ പഠിക്കുന്ന സമയത്ത് നമുക്ക് തടസ്സമായിട്ടോ അല്ലെങ്കിൽ അനുകൂലമായിട്ടോ നിൽക്കുന്നില്ലെങ്കിൽ അതിനെയാണ് സീറോ ട്രാൻസ്ഫർ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൽ സാധാരണ അങ്ങനെ അപ്ലിക്കേഷൻ ലെവലിലൊക്കെയാണ് ക്വസ്റ്റ്യൻസ് ചോദിക്കാറ്. അപ്പോൾ നന്നായിട്ട് എല്ലാവരും പഠിക്കാം കേട്ടോ.